ഇപ്പോൾ നമ്മോടൊപ്പം ഖത്തറിൽ നിന്നും സന്ധ്യ എന്ന ഒരു മലയാളി ചേരുകയാണ്. സന്ധ്യ, നമസ്കാരം. എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? സുരക്ഷിതയായിരിക്കുന്നു അല്ലേ? യാത്ര തിരിച്ചതോ മറ്റോ ആണോ? എവിടെയാണുള്ളത്? നമസ്കാരം. ഞങ്ങള് ഖത്തറിൽ തന്നെയാണ് ഉള്ളത്. ആക്ച്വലി നമ്മള് സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങളെല്ലാരും ഇവിടെ ഓഫീസ് കഴിഞ്ഞിട്ട് വന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഞാനും ജസ്റ്റ് സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ നോക്കിയത്. അപ്പം ജസ്റ്റ് പൊട്ടുന്ന സൗണ്ട് മാത്രം കേട്ടു. പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ എല്ലാവരും പേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ബിൽഡിങ്ങിന് താഴെ പോയി നിൽക്കുകയായിരുന്നു ഇത്രയും നേരം. ജസ്റ്റ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അതെ, സ്വാഭാവികമായും. പക്ഷേ ഇപ്പോൾ തരുന്ന മുന്നറിയിപ്പുകൾ എന്താണ്? ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അധികൃതർ. ഇപ്പൊ അവര് പറയുന്നത് വീടിന് വെളിയിലോട്ട് ഇറങ്ങണ്ട, എല്ലാവരും സുരക്ഷിതരായിട്ട് വീട്ടിലിരിക്ക്, ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇവിടുന്ന് പറയുന്നത്. നിരവധി മലയാളികളുള്ള ഒരു ഏരിയയാണോ? താങ്കൾ ഏത് ഭാഗത്താണുള്ളത് ഖത്തറിൽ? അതെ, ഞാൻ ഇവിടെ മൻസൂറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നിരവധി മലയാളികളുണ്ട് ഇവിടെ. നമ്മുടെ മലയാളി നല്ലൊരു ഏരിയ ഉള്ള ഒരു ഏരിയ ആണ്. ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും? എത്ര മണിക്കാണ് ഈ ഒരു അറ്റാക്ക് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ശബ്ദങ്ങളൊക്കെ കേട്ടത്? എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 7 മണി കഴിഞ്ഞപ്പോഴാണ്, ഖത്തർ സമയം 7 മണി കഴിഞ്ഞപ്പോഴാണ് ഈ സൗണ്ട് കേട്ടത്. നിങ്ങളിപ്പോൾ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ് അല്ലേ? ഞങ്ങൾ വീടിനകത്താ. എല്ലാവരും വീട്ടിലോട്ട് പോയി. എല്ലാവരും താഴെ ഉണ്ടായിരുന്നു. എല്ലാവരും പേടിച്ചിട്ട് എല്ലാവരും താഴെ ഉണ്ടായിരുന്നു. ഇപ്പം പതുക്കെ എല്ലാവരും വീട്ടിലോട്ട് കയറാൻ തുടങ്ങി. ഇപ്പം ഇവിടെ ശാന്തമായിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടോ കൂടെ? സന്ധ്യ ഒറ്റയ്ക്കാണോ? നമ്മളുടെ കൂടെ കുറെ കുട്ടികളുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു താഴെ. അപ്പം എല്ലാവരും ഓക്കെയാണ്. ഇപ്പം ഞങ്ങൾ സേഫാണ്. തീർച്ചയായും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. സന്ധ്യ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കൂ. തീർച്ചയായും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാം. ഈ അമേരിക്കയുടെ വ്യോമത്താവളത്തിലാണ് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ജനവാസ മേഖലകളെ ഒരു തരത്തിലും ഇത് ആക്രമിക്കാൻ പോകുന്നില്ല എന്ന് ഇറാൻ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമില്ല. സുരക്ഷിതയായിരിക്കൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കൂ കേട്ടോ. താങ്ക് യു. ഓക്കെ. സന്ധ്യ എന്ന മലയാളിയാണ് സംസാരിച്ചത്. അവർ ഇപ്പോൾ സുരക്ഷിതരാണ്. ഇത്ര നേരം ഒരു ആശങ്കയിൽ താഴെ നിൽക്കുകയായിരുന്നു, വീടിൻ്റെ പുറത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരോടും വീടുകളിൽ തുടരാനാണ് ഇപ്പോൾ എംബസി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.